കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡയലോഗ് കംപ്ലീഷനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അതായത് ഇത്തവണ എക്സാമിന് ചോദിക്കാൻ പോകുന്ന ഏറ്റവും മാർക്ക് കൂടിയ ഗ്രാമർ ക്വസ്റ്റ്യൻ ആയിരിക്കും ഡയലോഗ് കംപ്ലീഷൻ. എന്ന് വെച്ചാൽ അതിൽ ഒന്നിലധികം ഗ്രാമർ ടോപ്പിക്കുകൾ വരുന്നുണ്ടാവും. ഏകദേശം ഇതിൻ്റെ ഒരു ഫോർമാറ്റ് ഇങ്ങനെയാണ്. അതായത് രണ്ട് പേര് തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആയിരിക്കും. അതിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരുപാട് ബ്ലാങ്ക് സ്പേസസ് കാണാം. അവിടെ നമ്മൾ ഫില്ല് ചെയ്യാണ് വേണ്ടത്. ഈ ഓരോ ബ്ലാങ്ക് സ്പേസും ഓരോ ഗ്രാമർ ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഓരോ ഗ്രാമർ ടോപ്പിക്കിൽ നിന്ന് വരുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഒരു ഗ്രാമർ റൂൾ എന്താണെന്നുള്ളതും എങ്ങനെയാണത് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളതും നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ വേറൊരു ഗ്രാമർ ടോപ്പിക്കാണ്, അതും ഡയലോഗ് കംപ്ലീഷനിൽ തന്നെ വരുന്നത്. ഈ ഗ്രാമർ ടോപ്പിക്കിൻ്റെ പേര് ഹാഡ് ബെറ്റർ എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഹാഡ് ബെറ്റർ, എന്താണ് അതിൻ്റെ ഗ്രാമർ റൂള്, എങ്ങനെയാണ് നമ്മൾ ഫില്ല് ചെയ്യുക, എല്ലാം പറഞ്ഞുതരാം. വളരെ ചെറിയ വീഡിയോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കിതാ ഇതുപോലത്തെ ഒരു ഡയലോഗ് കംപ്ലീഷൻ ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ടീച്ചറും സ്റ്റുഡൻറ്റും തമ്മിലുള്ളൊരു സംഭാഷണമാണ്, ഒരു കോൺവെർസേഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ടീച്ചർ പറയണം യു ഹാഡ് ബെറ്റർ, ഒരു ലോങ് ഡാഷും കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെയുള്ള മറുപടിയിലേക്ക് നിങ്ങൾ നോക്കുക. അപ്പോൾ സ്റ്റുഡൻറ്റ് പറയാണ് യെസ് സർ ഐ വിൽ ഡു ഇറ്റ് ടുഡേ. അതിൻ്റെ തൊട്ട് മുകളിൽ സ്റ്റുഡൻറ്റ് പറയുന്നുണ്ട് ഐ കുഡൻറ്റ് കംപ്ലീറ്റ് ഇറ്റ് ബിക്കോസ് ഐ വാസ് ഇൽ എന്ന് പറയുന്നു. അപ്പോൾ ഹോംവർക്കിനെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. എനിക്ക് ഹോംവർക്ക് ചെയ്യാൻ പറ്റിയില്ല ബിക്കോസ് ഐ വാസ് ഇൽ, എനിക്ക് അസുഖമായിരുന്നു എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ടീച്ചർ യു ഹാഡ് ബെറ്റർ എന്ന് പറയുന്നു, ബാക്കി ഭാഗം നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പോൾ സ്റ്റുഡൻറ്റ് പറയാണ് യെസ് സർ ഐ വിൽ ഡു ഇറ്റ് ടുഡേ. അപ്പോൾ എന്താണ് ഈ ഹാഡ് ബെറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത്രയേ ഉള്ളൂ. ഹാഡ് ബെറ്റർ കൊണ്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊരു ഉപദേശമാണ്, അതൊരു അഡ്വൈസാണ്. നിനക്ക് ഇപ്പം ചെയ്യുന്നതായിരിക്കും നല്ലത്, നിനക്ക് അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്, നിനക്ക് ഇങ്ങനെ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്, നിനക്ക് ഇപ്പം സമയത്തിനും കാലത്തിനും പഠിക്കുന്നതായിരിക്കും നല്ലത്, സ്കൂളിൽ പോകുന്നതായിരിക്കും നല്ലത്, നിനക്ക് ആ ഫോൺ എടുത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ നമ്മൾ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫ്രേസാണ് ഹാഡ് ബെറ്റർ. നിനക്ക് അങ്ങനെ ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറയാനാണ് നമ്മൾ ഹാഡ് ബെറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ടീച്ചർ പറഞ്ഞിട്ടുണ്ടാവുക? യു ഹാഡ് ബെറ്റർ കംപ്ലീറ്റ് ടുഡേ എന്നുള്ളതായിരിക്കും, നിനക്കെന്നത് ഫിനിഷ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. കാരണം ഇവിടെ അവൻ ഓൾറെഡി അതിൻ്റെ മറുപടിയിൽ പറയുന്നുണ്ട് ഐ വിൽ ഡു ഇറ്റ് ടുഡേ, ഞാൻ ഇന്ന് തന്നെ അത് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ടീച്ചർ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? നിനക്ക് ഇന്ന് തന്നെ അത് തീർക്കുന്നതായിരിക്കും നല്ലത്. അതിനാണ് ഹാഡ് ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനാകെ ചെറിയൊരു റൂളേ ഉള്ളൂ, വളരെ സിമ്പിൾ റൂളാണ്. അതായത് ഈ ഹാഡ് ബെറ്റർ എന്നുള്ളത് നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യനിൽ കാണുന്ന സമയത്ത് അതിന് ശേഷം വരേണ്ടത് ഒരു വെർബാണ്. എന്താ സാർ വെർബ് എന്ന് പറഞ്ഞാൽ? കൺഫ്യൂഷൻ ആണല്ലോ. വെർബ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ വേർഡ്സ് ആണ്, ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ വെർബ് എന്ന് പറയുക. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ റൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ജമ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഫ്ലൈ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പം പ്ലേ എന്ന് പറയുന്നത്, ഇതൊക്കെ ആക്ഷൻ വേർഡ്സ് ആണ്, ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുക? വെർബ് എന്ന് പറയാം. അപ്പോൾ ഹാഡ് ബെറ്റർ എന്ന് കഴിഞ്ഞാൽ അത് കഴിഞ്ഞപാടെ നമ്മൾ എന്ത് കൊടുക്കണം? ഒരു വെർബാണ് കൊടുക്കേണ്ടത്, ഒരു വെർബാണ് ഫില്ല് ചെയ്യേണ്ടത്. അത് നിങ്ങൾ സിറ്റുവേഷൻ അനുസരിച്ച് വേണം ഫില്ല് ചെയ്യാൻ. എന്താണോ അതിന് അനുയോജ്യമായത്, അപ്രോപ്രിയേറ്റ് ആയത്, അത് വേണം നിങ്ങൾ ഫില്ല് ചെയ്യാൻ. ഇനി വെർബിന് പല ഫോംസ് ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം. V1, V2, V3 എന്നൊക്കെ പറയുന്ന പല ഫോംസ് ഉണ്ട്. നമ്മൾ കൊടുക്കേണ്ടത് വെർബിൻ്റെ ഫസ്റ്റ് ഫോമിലാണ്, അതായത് V1-ലായിരിക്കണം. ഇപ്പോൾ ഈ റൺ, വാക്ക്, ജംപ്, ഫ്ലൈ, സിറ്റ്, പ്ലേ എന്നൊക്കെ പറയുന്നത് എന്താണ്? അതിൻ്റെ വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ റൺ എന്ന് പറയുന്നത് വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്. റാൻ എന്ന് പറഞ്ഞാലോ അത് വെർബിൻ്റെ സെക്കൻഡ് ഫോമായി, OD എന്നായി. റൺ എന്ന് തന്നെയാണ് വെർബിൻ്റെ തേർഡ് ഫോമും. ഓക്കെ, അതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് എന്ത് മതി? റൺ എന്ന് മാത്രം മതി. അതിൻ്റെ കൂടെ ING യൂസ് ചെയ്യരുത്, അതിൻ്റെ കൂടെ ED യൂസ് ചെയ്യരുത്, അതിൻ്റെ വേറെ എന്തെങ്കിലും സെക്കൻഡ് ഫോമിലേക്ക് ആക്കരുത്, ഒന്നും ചെയ്യരുത്. നമുക്ക് ആ ഒരു വെർബിൻ്റെ പ്യോറസ്റ്റ് ഫോം എന്നൊന്നും ഞാൻ പറയില്ല, V1-ൽ മാത്രമേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചു തരാം. ഒരു റൂളൂടെ പറഞ്ഞുതരാം. ഒരിക്കലും നിങ്ങൾ ഹാഡ് ബെറ്റർ എന്ന് കഴിയുന്നതിന് ശേഷം 2 എന്ന് ആഡ് ചെയ്യരുത്, നിങ്ങളുടെ മാർക്ക് പോകും. ഒരു മാർക്കാണ് അതിനുള്ളത്, അത് വെറുതെ കളയരുത്. ഇപ്പോൾ ഇതൊക്കെ യു ഹാഡ് ബെറ്റർ കം ഹോം ഏർലി. നമ്മുടെ ഉമ്മമാരൊക്കെ സ്ഥിരമായിട്ട് പറയുന്ന നിനക്ക് സമയത്തിനും കാലത്തിനും വീട്ടിലേക്ക് വരുന്നതായിരിക്കും നല്ലത്. കണ്ടോ, ഹാഡ് ബെറ്റർ എന്ന് കഴിഞ്ഞ പാടെ ഞാനൊരു കം എന്നുള്ളൊരു വെർബാണ് യൂസ് ചെയ്തത്. കം എന്ന് പറയുന്നത് വെർബിൻ്റെ ഫസ്റ്റ് ഫോമിലാണ് കൊടുത്തിരിക്കുന്നത്. യു ഹാഡ് ബെറ്റർ വാഷ് യുവർ ക്ലോത്ത്സ്, യു ഹാഡ് ബെറ്റർ സ്റ്റഡി വെൽ ഫോർ ദി എക്സാം, യു ഹാഡ് ബെറ്റർ ഡ്രൈവ് കെയർഫുള്ളി, യു ഹാഡ് ബെറ്റർ ബ്രഷ് യുവർ ടീത്ത്, യു ഹാഡ് ബെറ്റർ ലിസൺ ടു മീ, യു ഹാഡ് ബെറ്റർ ലേൺ ഫ്രം യുവർ മിസ്റ്റേക്ക്, യു ഹാഡ് ബെറ്റർ ഫിനിഷ് ഇറ്റ് ബൈ മൺഡേ. ഇതെല്ലാം കണ്ടോ, ഹാഡ് ബെറ്റർ എന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താ യൂസ് ചെയ്തത്? ഞാനൊരു വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് യൂസ് ചെയ്തത്. അത്രയേ ഉള്ളൂ ഇതിൻ്റെ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ ഫില്ല് ചെയ്യാം? ഇതൊക്കെ ഇവിടെ ടീച്ചർ എന്തായിരിക്കും പറയുക? യു ഹാഡ് ബെറ്റർ ഇന്ന് തന്നെ ഫിനിഷ് ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ അതിനുശേഷം കംപ്ലീറ്റ് എന്നുള്ള വെർബ് ഇട്ട് കൊടുക്കുക. യു ഹാഡ് ബെറ്റർ കംപ്ലീറ്റ് ഇറ്റ് ടുഡേ. അപ്പോൾ നിനക്ക് ഇന്ന് തന്നെ അത് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്
എന്നുള്ളതേ അവിടെ പറയുന്നുള്ളൂ. സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ ഹാഡ് ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സാധനം തരാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്താ പറയുക, നിനക്കിപ്പോൾ ഇരുന്ന് പഠിക്കുന്നതായിരിക്കും നല്ലത്. നിനക്ക് ഇപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ മദർ പറയണേ, മോം പറയണം യു ഹാഡ് ബെറ്റർ, ഇപ്പം ഇരുന്ന് പഠിക്കുന്നതായിരിക്കും നല്ലത് എന്ന് എങ്ങനെയാണ് നമ്മൾ ഫില്ല് ചെയ്യുക? യു ഹാഡ് ബെറ്റർ എന്താണ് ഇവിടെ നിങ്ങൾ ഫില്ല് ചെയ്യുക എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്തിടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഹാഡ് ബെറ്റർ എന്ന് പറയുന്നത്. ആകെ ഉപദേശിക്കാൻ വേണ്ടിയിട്ടാണ്, നിനക്ക് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്, അങ്ങനെ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ പറയാനാണ് നമ്മൾ ഹാഡ് ബെറ്റർ യൂസ് ചെയ്യുന്നത്. ആകെ 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, വെർബിൻ്റെ ഫസ്റ്റ് ഫോമിലാണ് നമ്മൾ ഹാഡ് ബെറ്റർ എന്ന് കഴിഞ്ഞ പാടെ കൊടുക്കേണ്ടത്. ഒരിക്കലും ഹാഡ് ബെറ്റർ കഴിഞ്ഞ ശേഷം ടു ആഡ് ചെയ്ത് മാർക്ക് പോകും. അത്രയേ ഉള്ളൂ. ഒരു ലൈക്ക് അടിക്കുക, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഉപകാരപ്പെട്ടെങ്കിൽ കുറച്ച് പേരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക. നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. സീ ദെയർ.